പ്രൈസ് ഗോഡ്. കർത്താവിന്റെ എല്ലാ മക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഈ രാവിലെ സമയം വളരെ പ്രധാനപ്പെട്ട ദൈവസഭകൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ദൈവിക സന്ദേശം, അഭിഷിക്തന്മാർ തിരിച്ചറിയേണ്ട, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവർ തിരിച്ചറിയേണ്ട ഒരു ആത്മീക സത്യം. 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിങ്ങനെയാണ്: അതിനുശേഷം സംഭവിച്ചത്, ഇസ്രായേലിനായ നാബോത്തിന് ഇസ്രായേലിൽ ശമര്യ രാജാവായ ആഹാബിന്റെ അരമനയുടെ സമീപത്ത് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഭാഗം നമുക്ക് നന്നായിട്ട് അറിയാം. താഴേക്ക് വായിക്കും 4 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്കറിയാം, ഒരു രാജ്യവും അല്ലെങ്കിൽ ആ രാജ്യം ഭരിക്കുന്ന ഒരു രാജാവും തന്റെ ഭാര്യയും നിഷ്കളങ്കനായ ഒരു മനുഷ്യന്റെ മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമുക്കവിടെ കാണാൻ കഴിയും. നിഷ്കളങ്കനും ദൈവഭക്തനുമായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം നശിപ്പിക്കാൻ ഒരുക്കിയ തന്ത്രം 4 വിധത്തിലായിരുന്നു. നമുക്കറിയാം, ആ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ശമര്യ രാജാവായ ആഹാബിന്റെ അരമനയുടെ സമീപത്ത് ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കതാണ്. അപ്പോ മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ദൈവസഭകൾക്ക് വിരോധമായി ചലിക്കുന്ന ചില ചലനങ്ങൾ, അതൊത്തിരി ദൂരെയല്ല, സമീപത്താണ്. 500 മൈൽ അകലെയല്ല, 50 മൈൽ അകലെയല്ല, 5 മൈൽ അകലെയല്ല, സമീപത്താണ് മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കാനുള്ള ചില ശ്രമം നടക്കുന്നത്. ഒരു ദൈവമക്കളും ഇന്ന് രാവിലെ സത്യം തിരിച്ചറിയാതെ പോകരുത്. മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കാൻ നോക്കുന്ന ചില പൈശാചിക തന്ത്രങ്ങൾ ദൂരെയല്ല, അകലെയല്ല, അത് അടുത്താണെന്ന് ദൈവഭക്തന്മാർ തിരിച്ചറിയണം. ദൈവ കൃപയെ നശിപ്പിക്കാൻ, നിന്റെ വെളിപ്പാടിനെ നശിപ്പിക്കാൻ, നിന്റെ ക്രിസ്തീയ ജീവിതത്തെ നശിപ്പിക്കാൻ നോക്കുന്ന ശക്തികൾ അകലെയല്ല, അടുത്താണ്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കാൻ നോക്കുന്ന ശക്തികൾ അടുത്താണെങ്കിൽ, ഉത്തമഗീതത്തിൽ അത് അടുത്തല്ല, അത് മുന്തിരിത്തോട്ടത്തിന്റെ അകത്താണ്. മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാർ തോട്ടത്തിന്റെ അകത്തുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അത് അടുത്താണെങ്കിൽ, ഉത്തമഗീതത്തിൽ മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാർ അകത്താണ്. ഈ രാവിലെ സമയം നിന്റെ ശുശ്രൂഷയെ നശിപ്പിക്കാൻ അടുത്തു നിന്നും അകത്തു നിന്നും പോരാടുന്ന ശക്തികൾ അഴിഞ്ഞു മാറുന്ന ദിവസമാണെന്ന് വിശ്വസിക്കുന്നവൻ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചോളണം. ആഹാബും ഇസബേലും നാബോത്തിന്റെ മുന്തിരിത്തോട്ടം നശിപ്പിക്കാൻ ശ്രമം നടത്തിയത് ശക്തി കൊണ്ടല്ല, വലിയ തന്ത്രം പ്രയോഗിച്ചിട്ടാ. ഇത് ദൈവമക്കൾ തിരിച്ചറിയണം. പിശാച് ഉപയോഗിക്കുന്നത് ശക്തിയല്ല, അവന്റെ തന്ത്രമാണ്. ആ തന്ത്രത്തിൽ കുടുങ്ങിപ്പോകാൻ അനുവദിക്കാതെ ഈ വചനത്താൽ ബലം പ്രാപിച്ചോളണം, ദൈവികമായ ജ്ഞാനം പ്രാപിച്ചോളണം, വെളിപ്പാടുകളെ പ്രാപിക്കാൻ ദൈവമക്കൾ റെഡിയാകണം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ പിശാച് തകർക്കാൻ നോക്കുന്നത് ശക്തി ഉപയോഗിച്ചല്ല, തന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ്.
അതുകൊണ്ട് 2 കൊരിന്ത്യർ ലേഖനം 2:11 പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. ഇവിടെ എല്ലാ ദിവസവും ആഹാബ് നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കാണും. ഫലമില്ലാത്ത മുന്തിരിത്തോട്ടമല്ല, ഉണങ്ങി വരണ്ടുപോയ മുന്തിരിത്തോട്ടമല്ല, പഴുത്ത് ഫലമെടുക്കാനായി തയ്യാറായി നിൽക്കുന്ന ഒരു മുന്തിരിത്തോട്ടമാണത്. എന്ന് പറഞ്ഞാൽ നിന്റെ ആരോഗ്യമുള്ള ക്രിസ്തീയ ജീവിതത്തെ നോട്ടമിടുന്ന ചില കണ്ണുകളുണ്ട്. വിശ്വസിച്ചാമേൻ പറഞ്ഞ് പ്രാർത്ഥിക്കാമെങ്കിൽ ആ ഫലത്തെ നശിപ്പിക്കാൻ സ്വർഗം ഇനി അനുവദിക്കപ്പില്ല. എന്നോടൊപ്പം വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദൈവിക ദൂതനെ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ. ഒന്നാമത്തെ നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കാൻ ഒരുക്കിയ ആ വലിയ തന്ത്രം നമ്മൾ തിരിച്ചറിയണം. അതിന്റെ 2-ാം വാക്യത്തിന്റെ അവസാനം 1 രാജാക്കന്മാർ 21-ന്റെ 2-ാമത്തെ വാക്യത്തിൽ അവിടെ പറയാണ്, ആ പ്രധാനപ്പെട്ട ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അതിനു പകരം ഞാൻ അതിനേക്കാൾ വിശേഷമായൊരു മുന്തിരിത്തോട്ടം നിനക്ക് തരാം. ആമേൻ. ഇവിടെ പിശാച് ഒരുക്കുന്ന തന്ത്രം കണ്ടു. ഇതിനേക്കാൾ ശ്രേഷ്ഠമായതൊന്ന് തരാന്ന്. ശ്രേഷ്ഠമായത് ഫലമെടുക്കാൻ കാത്തു നിൽക്കുന്ന മുന്തിരിത്തോട്ടമാണ് നാബോത്തിന്റെ. ഇവിടെ തന്ത്രം കണ്ടോ? ഒന്നില്ലെങ്കിൽ വേറെ മുന്തിരിത്തോട്ടം, അല്ലെങ്കിൽ പണം തരാമെന്ന്. ഒന്നാമത്തെ തന്ത്രം പ്രലോഭനമാണ്. ക്രിസ്തീയ ജീവിതത്തെ നശിപ്പിക്കാൻ നോക്കുന്ന തന്ത്രം പ്രലോഭനമാണ്. മണ്ണെ പ്രതി മാണിക്യം കളയരുത്. പലതും കണ്ട് പ്രലോഭനത്തിൽ വീഴുന്ന തലമുറകളുടെ നടുവിൽ നീ വ്യത്യസ്തനാകാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ മുന്തിരിത്തോട്ടത്തെക്കാൾ ശ്രേഷ്ഠമായത് നിനക്ക് തരാമെന്ന് ആഹാബ് തന്ത്രം പ്രയോഗിക്കുമ്പോൾ, എന്ന് പറഞ്ഞാൽ ഇത് 5 ടണ്ണേ ഉള്ളൂവെങ്കിൽ 50 ടൺ തരാമെന്ന് ആഹാബ് അവനോട് പറയുക. എന്നാൽ നീ എന്ത് തന്നാലും ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടം പരത്തില്ലെന്ന് പറയാനുള്ള ഒരു ധൈര്യം നാബോത്തിനുണ്ടായിരുന്നെങ്കിൽ ഈ രാവിലെ സമയം വിശ്വസിക്കാമോ? ദൈവം നിനക്ക് തന്ന ആരോഗ്യമുള്ള ക്രിസ്തീയ ജീവിതം, കൃപാവരങ്ങളുള്ള, പരിശുദ്ധാത്മാവിന്റെ പകർച്ചയുള്ള, വിശുദ്ധിയുള്ള, ആരോഗ്യമുള്ള ക്രിസ്തീയ ജീവിതത്തിന് പകരം വയ്ക്കാൻ ഈ ലോകത്തിലെ ഒരു പ്രലോഭനങ്ങൾക്ക് സാധിക്കത്തില്ലെന്ന് പറയാൻ ഈ ലൈവിൽ ഇരിക്കുന്നവർ റെഡിയാണെങ്കിൽ, ഈ രാവിലെ മെസ്സേജ് കേൾക്കുന്നവർ റെഡിയാണെങ്കിൽ ഒരുങ്ങിക്കോ. ഈ രാവിലെ സമയം ചില പ്രലോഭനങ്ങൾ എന്നേക്കുമായി മാറിപ്പോകയാ. ദുഷ്ടനായ ആഹാബേ, എന്റെ മുന്തിരിത്തോട്ടത്തിന് വിലയിടാൻ നീ ആളായിട്ടില്ലെന്ന് പറയാൻ നാബോത്തിന് പറ്റി. നമ്മുടെ ആത്മീക ജീവിതത്തിന് പകരം വെക്കാൻ ഈ ലോകത്തിൽ വേറൊന്നുമില്ല. റോമലേഖനം 8:35 ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ ആർക്ക് കഴിയും? ഒരു പ്രലോഭനം നാബോത്തിന്റെ നേരെ തൊടുത്തുവിടുക. ഈ രാവിലെ സമയം ആ പ്രലോഭനങ്ങളെ നമുക്ക് ജയിക്കണം. ഈ ലോകത്തിൽ ഒന്ന് കണ്ടാലും ദൈവം നിനക്ക് തന്ന ആരോഗ്യമുള്ള ക്രിസ്തീയ ജീവിതം, ഫലമുള്ള ക്രിസ്തീയ ജീവിതം, അതിന് പകരം വെക്കരുത് വേറൊന്നും. നീ അതുകൊണ്ട് സമർപ്പിച്ചോ. ആ പൈശാചിക തന്ത്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ദൈവവചനത്തിന്റെ വെളിപ്പാട് നിന്റെ അകത്ത് വരിക.
മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കുന്ന ഒരു പ്രലോഭനത്തിൽ നീ വീഴരുത്. നാബോത്തിനോട് ചേർന്ന് നമുക്കും പറയാം, നമ്മുടെ മുന്തിരിത്തോട്ടത്തെ തരത്തില്ല. ക്രിസ്തീയ ജീവിതത്തിന്റെ തകർച്ച വരാതിരിക്കാൻ പ്രലോഭനങ്ങളെ ജയിക്കണം. അറിവുകൊണ്ട് ജയിക്കാൻ പറ്റത്തില്ല. വചനത്തിന്റെ കരുത്തിൽ മാത്രമേ പ്രലോഭനങ്ങളെ ജയിക്കാൻ പറ്റൂ. വിശ്വസിക്കുന്നവൻ ആമേൻ പറഞ്ഞു. യേശുവിന്റെ ഉപവാസ ദിവസം പിശാച് പ്രലോഭനമായി വന്നു. സൃഷ്ടിതാവിനോട് പിശാച് പറയുക, ഈ കല്ലിനോട് അപ്പമാകാൻ. വചനം കൊണ്ട് യേശു ജയിച്ചു. മലമുകളിൽ നിന്നുകൊണ്ട് അല്ലെ യേശുവിനോട് പിശാച് പറയാ, ഈ കാണുന്നെല്ലാം നിനക്ക് തരാം. ഒരു ചെറിയ പ്രദേശം യേശുവിന് കൊടുക്കാമെന്ന് പറഞ്ഞ് പിശാച് പ്രലോഭനം കൊണ്ടുവരുക. എന്നാൽ യേശുവിന്റെ മഹത്വം ഒരു സ്ഥലത്തു മാത്രമാണെന്ന പിശാച് കരുതിയത്. യെരുശലേമിൽ മാത്രമല്ല, ഭൂമിയുടെ അറ്റം വരെ അവന്റെ മഹത്വം വെളിപ്പെടുന്നതിന് പകരം പ്രലോഭനത്തിൽ യേശുവിനെ ഒതുക്കാൻ നോക്കിയപ്പോൾ വചനത്താൽ അതിനെ വെട്ടിക്കളഞ്ഞതുപോലെ ഈ രാവിലെ സമയം പ്രലോഭനങ്ങളെ ജയിക്കുന്ന വചനത്തിന്റെ വെളിപ്പാടുകൾ നിന്റെ മേൽ സ്വർഗം പകരുകയാ. യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോ. യേശുവിന്റെ നാമത്തിൽ അത് സ്വീകരിച്ചോ. നിന്റെ മേൽ പകർന്ന നിയോഗം കേവലം ഒരു ചെറിയ മേഖല ഒതുങ്ങാനല്ല, ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടവനാ നീ. ലോകത്തിന്റെ അറ്റത്തോളം എത്തേണ്ട നിന്റെ ശുശ്രൂഷയെ ഒരു സ്ഥലത്തൊതുക്കാനിട്ട ശത്രുവിന്റെ തന്ത്രങ്ങൾ ഈ വചനത്താൽ പകരുകയാ. ഞാൻ യേശുവിൻ നാമത്തിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. അസാധാരണമായി വളർന്നു വരുന്ന മുന്തിരിത്തോട്ടങ്ങളെ തകർത്ത് കളയാനിടുന്ന പ്രലോഭനത്തെ ദൈവവചനത്തിന്റെ കരുത്തിൽ ഞങ്ങൾ പൊളിച്ചു കളയുകയാണ്. ഇത് കേട്ടോണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ ആത്മീക ജീവിതത്തെ, ശുശ്രൂഷകളെ, വിശുദ്ധിയെ, പ്രാർത്ഥനയുടെ അനുഭവത്തെ, ദൈവത്തിനുള്ള സമർപ്പണത്തെ തകർക്കാനിടുന്ന പദ്ധതികളെ യേശുവിൻ വചനത്താൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. ക്രിസ്തീയ ജീവിതത്തെ നശിപ്പിക്കാൻ നോക്കുന്ന പ്രലോഭനങ്ങളെ ജയിക്കാൻ വചനത്തിന്റെ കരുത്ത് പ്രാപിക്കുക. ഞാനൊരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളെ നശിപ്പിക്കാൻ നോക്കുന്ന ശക്തി അകത്താകട്ടെ, എങ്ങനെ ശ്രമിച്ചാലും നീ ധൈര്യത്തോടെ പറയണം, നാബോത്തിനെ പോലെ പിതാക്കന്മാരായി കൈമാറി വന്ന ഈ മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഒരാരോഗ്യമുള്ള ക്രിസ്തീയ ജീവിതം നയിക്കാൻ ഈ വചനം നിങ്ങളെ സഹായിക്കും. പിതാവേ, ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് ദൈവകരത്തിൽ സമർപ്പിക്കുന്നു. ഇന്നു മുതൽ ഫലപുഷ്ടിയുള്ള, ആരോഗ്യത്തോടെ, ഒരു പച്ചപ്പോടെ നിൽക്കുന്ന ഒരു തോട്ടമായി സഭകൾ മാറട്ടെ, വ്യക്തികൾ മാറട്ടെ. ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കുന്നു. അപ്പ അത്ഭുതമാക്കണം. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, ആത്മീക ഉയർച്ചകൾ ഉണ്ടാകട്ടെ, ദൈവപ്രവൃത്തികൾ ഉണ്ടാകട്ടെ. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവനാമ മഹത്വത്തിനാക്കും, അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.